അപ്പൊ നമ്മൾ ഇന്ന് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടായിരുന്ന ഒരു ടാസ്ക് ഉണ്ടായി. നമ്മളെ 25th ഡേ ആണ് മൈൻഡ്ഫുൾ ലിവിങ് വർക്ക്ഷോപ്പിന്റെ അല്ലെ. അപ്പൊ ഗ്രൂപ്പിൽ തന്നിട്ടുള്ള ടാസ്ക് എത്ര പേര് ചെയ്തു എന്ന് അറിയില്ല. അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സെഷൻ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ ഇത്രയും കാലം നമുക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളെ നമ്മളിങ്ങനെ എണ്ണി 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 ഓരോ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടും അല്ലെ, പല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ വൈബ്രേഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാം. അതിന്റെ ഇടയിലാണ് ലൈഫിൽ ഇതുവരെ സംഭവിച്ച നല്ല കാര്യങ്ങൾ ഓർക്കാൻ പറഞ്ഞ അതിന്റെ കൂടെ തന്നെ നല്ലത് മാത്രല്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ ലൈഫില്. ലൈഫ് എന്ന് പറയുമ്പോൾ കുറെ കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും അല്ലെ. അങ്ങനെയാണ് നമ്മുടെ ലൈഫ് എന്നുള്ളത്. അപ്പൊ അതില് നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അതിലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് എക്സ്പീരിയൻസുകൾ കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ചെറുപ്പം തൊട്ട് ഉള്ള പല പല ഓർമ്മകളും നമ്മൾ ഇങ്ങനെ ഓർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് കുറച്ചെങ്കിലും ഉണ്ടാവും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് മൊമെന്റ്സ്. അത് ആളുകളുമായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടിയ പല കാര്യങ്ങളായിരിക്കാം. അപ്പൊ അത്തരം മൊമെന്റ്സുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വന്നിട്ടുണ്ടായിരുന്ന ടാസ്ക് അല്ലെ. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത നമുക്ക് ഏതൊക്കെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ അതൊന്ന് പേപ്പറിൽ എഴുതുക എന്നുള്ളതായിരുന്നു ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെയിൻ ടാസ്ക്. അതില് നമ്മുടെ ഈ ടാസ്ക് എത്ര പേര് ചെയ്തിട്ടുണ്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ചാറ്റ് ബോക്സിൽ എത്ര പേര് ഇന്നത്തെ ടാസ്ക് ചെയ്തു? ആരുമില്ല. ഓക്കെ. അപ്പൊ നമ്മള് അല്ലെ നമ്മുടെ ലൈഫിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ മാത്രല്ല അല്ലെ, നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മോശമായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിലും അതുകൂടി അതിപ്പോ എന്തിനാ ഈ സമയത്ത് ഓർക്കണേന്ന് പലർക്കും അല്ലെ, പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. എന്തിനാ അപ്പൊ അത് ഇപ്പൊ ഇനി ഇതിലേക്ക് എടുത്ത് വലിക്കേണ്ട ഒരു ആവശ്യം? നമ്മളൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് ഒക്കെ നിൽക്കുന്ന സമയമാണ്. അതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഈ കാര്യങ്ങൾ എന്തിനാ നമ്മൾ വെറുതെ ഇതിലേക്ക് എടുക്കുന്നത് എന്നുള്ളൊരു ചിന്ത പലർക്കും വന്നിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് അത് റിലേറ്റ് ചെയ്തിട്ട് തന്നെ സെഷൻ വെക്കാന്നുള്ളത് വിചാരിച്ചിട്ടുള്ളത്. അപ്പോ അത് എത്ര മാക്സിമം ഇന്ന് എല്ലാവരും അത് ചെയ്യണം കേട്ടോ. ആ ടാസ്ക് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു ടാസ്ക് തന്നത്, അതിന്റെ ഉപകാരം എന്താണ്, അല്ലെങ്കിൽ അത് എന്താണ്, എന്ത് റോളാണ് നമ്മളെ ലൈഫിൽ വഹിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിന്റെ മുന്നേ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണടക്കാം. ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്ന് നല്ല ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്ത് നല്ല റിലാക്സ് ചെയ്ത് ഒന്ന് കണ്ണടക്കാം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യാം. ഒന്ന് നല്ല മനോഹരായിട്ടുള്ളൊരു സ്ഥലം, നല്ല പൂന്തോട്ടം, നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിന്റെ സൈഡിൽ നല്ലൊരു മലയുണ്ട്, നല്ലൊരു കുന്നും ചെരിവും ഒക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ്. അവിടെ ഒരുപാട് പൂക്കളും ഉണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകൾ പാറി നടക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അതിന്റെ ഇടയിലൂടെ ഓടി നടക്കുന്നുണ്ട്. ആ പൂക്കളുടെയും പൂമ്പാറ്റകളുടെയും ഒക്കെ ഇടയിലൂടെ നമ്മൾ നടക്കുന്നുണ്ട്. ആ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ തലയില്, നമ്മളുടെ പുറത്തും മുതുകിലും വലിയൊരു ഭാരം, നമുക്ക് ഏറ്റിയാൽ പൊങ്ങാത്ത വിധത്തിലുള്ള നല്ലൊരു വലിയൊരു ഭാരം തലയിൽ ഇങ്ങനെ ഏറ്റിയിട്ട് നടക്കുകയാണെന്ന് വിചാരിക്കാം. അത് ഏറ്റിയിട്ട് നമ്മളിങ്ങനെ ആ ഭാരം താങ്ങാൻ പറ്റാവുന്നതിലപ്പുറത്തുണ്ട്. അതിങ്ങനെ ഏറ്റിയിട്ട് നമ്മളിങ്ങനെ ഭയങ്കര പ്രയാസപ്പെട്ട് ആ പൂന്തോട്ടത്തിന്റെ നടുവിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒന്ന് ആലോചിക്കാം. നമുക്ക് ആ പൂന്തോട്ടവും ആ കുന്നും മലയും എല്ലാം കടന്ന് നമ്മുടെ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, അവിടേക്ക് എത്തണം. അപ്പൊ അവിടേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ നടന്ന് നടന്ന്
നമ്മൾ ആ കുന്നിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ കുന്നൊന്ന് കയറുകയാണ്. ആ ഭാരം തലയിൽ വെച്ച് ആ പുറത്തൊക്കെ കയറ്റി ആ മല കയറുന്നുണ്ട്. കേറി 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 വളരെ പ്രയാസപ്പെട്ട ആ മല കയറി അത് ഇനി ഇറങ്ങാൻ പോവാണ്. അത് ഇറങ്ങി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ഊഹിച്ചു നോക്കാം. അത് ഇറങ്ങി ഇറങ്ങി നടന്ന് ചുറ്റിലും നല്ല മനോഹരായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഇതിലൂടെ നടന്ന് 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 നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തി. അവിടെ എത്തി ആ ഭാരം കംപ്ലീറ്റ് അവിടെ ഒന്ന് ഇറക്കി വെക്കുക. നമ്മളെ തലയിലുള്ളതാവട്ടെ, നമ്മളെ മുതുകിലുള്ള പുറത്തൊക്കെ ഉള്ള ഇത്രയും ഭാരം, ആ ഭാരം നമ്മളെ വല്ലാണ്ട് അങ്ങ് നന്നായിട്ട് നമ്മൾ കണ്ട് കുനിഞ്ഞു പോയിട്ടുണ്ട്. ആ ഭാരം ഇട്ടിട്ട് അതൊന്ന് തലയിൽ നിന്ന് ഇറക്കി വെക്കുമ്പോഴുള്ള നമ്മുടെ ഫീലിംഗ്, ആ ഒരു ആശ്വാസത്തിന്റെ ആ ഒരു ശ്വാസം, ഇതെല്ലാം നമ്മുടെ ആ ഭാരം ഭാണ്ഡക്കെട്ട് കംപ്ലീറ്റ് അവിടെ ഇറക്കി ആ ഒരു ആശ്വാസത്തിന്റെ ആ ഒരു ശ്വാസം ഒന്ന് എടുത്തിട്ട് തിരിച്ച് നമ്മൾ വന്ന അതേ സ്ഥാനത്തേക്ക് നടക്കുകയാണ്. ആ വന്ന അതേ വഴിയിലൂടെ നല്ല പൂക്കളും പൂമ്പാറ്റകളും കിളികളും നല്ല അരുവികളും എല്ലാം ഉള്ള ആ സ്ഥലത്തൂടെ നമ്മൾ വീണ്ടും നടക്കുന്നുണ്ട്. നമ്മൾ ചുറ്റുപാടിലും നോക്കുന്നുണ്ട്. അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി ആ മലയുടെ അടുത്തെത്തി മലമുകളിൽ കയറുന്നുണ്ട്. തിരിച്ച് മല ഇറങ്ങി ആ പൂക്കളുടെയും പൂമ്പാറ്റകളുടെയും ആ മനോഹരമായ പൂന്തോട്ടത്തിന്റെ ഇടയിലൂടെ നടന്ന് ആ പൂക്കളുടെ മണം, കിളികളുടെ ശബ്ദം, അരുവിയിലെ ആ വെള്ളം ഒഴുകുന്ന ശബ്ദം ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ആദ്യത്തെ സ്ഥലത്ത് തന്നെ എത്തി. ഇനി അപ്പോഴുള്ള നമ്മുടെ ഫീലിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ചുറ്റിലുള്ള ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്തിട്ട് ഒന്ന് കണ്ണു തുറക്കാം. യെസ്, എല്ലാരും ആ ഒരു വിഷ്വൽ മൈൻഡിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങള് അല്ലെ? നിങ്ങൾ ആദ്യം തിരിച്ച് ആദ്യം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയ സമയത്തും ആ ഭാണ്ഡങ്ങളൊക്കെ അവിടെ ഇറക്കിയിട്ട് തിരിച്ചു പോകുന്ന സമയത്തും നിങ്ങളുടെ ഫീലിംഗ് എന്തൊക്കെയായിരുന്നു? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പറയാം. ചുറ്റിലുള്ള മനോഹരമായ കാഴ്ചകള് ചിലപ്പം പോകുന്ന സമയത്ത്, അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ ചുറ്റിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. മിക്കവാറും അല്ലെ നമുക്കത് കാണാൻ സാധിച്ചിട്ടേ ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ പുറത്തുള്ള നമ്മുടെ തലയിലുള്ള ഭാരം എത്രത്തോളം അത് പൊക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്മേലായിരിക്കും നമ്മളെ ശ്രദ്ധ മുഴുവൻ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ തിരിച്ചു വന്ന സമയത്ത് നമ്മള് ആ ഭാണ്ഡമൊക്കെ ഇറക്കി വെച്ചിട്ട് തിരിച്ചു വന്ന സമയത്ത് ആ പുറമേയുള്ള നമ്മളെക്കാളും അങ്ങോട്ട് പോകുമ്പോ നമുക്ക് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ആ പുറത്തുള്ള ഭംഗിയും ആ പുറമേ ഉള്ള നമ്മളെ പോയപ്പോൾ ഒന്നും ശ്രദ്ധിച്ചില്ല, തിരിച്ചു വന്നപ്പോൾ എല്ലാം ആസ്വദിച്ചു. അതാണ്. അപ്പോ നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് നമ്മൾ ആ ഭാരം കൊണ്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ആ ഭാരം മാത്രമേ നമുക്ക് നമ്മുടെ ശ്രദ്ധയിലുള്ളൂ. നമ്മളെ ഫോക്കസ് കംപ്ലീറ്റ് ആ ഭാരത്തിലേക്ക് മാത്രമായിരുന്നു. അതെങ്ങനെയെങ്കിലും പൊക്കി അതങ്ങ് അവിടെ എത്തിക്കണം, അത് കൊണ്ട് കളയണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ചു വന്ന സമയത്ത് എന്തായിരുന്നു? ആ ഭാരമൊക്കെ പോയി നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ട് പുറമേയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റി. നമുക്കത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റി. പോയപ്പോ ഉണ്ടായിരുന്ന അതേ അന്തരീക്ഷത്തിലൂടെയാണ്, അതേ ചുറ്റുപാടിലൂടെയാണ് നമ്മൾ പോയതാണെങ്കിൽ കൂടി വന്നപ്പോഴാണ് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവുക. ശരിക്കും നമ്മുടെ ലൈഫിലും ഇതൊക്കെ തന്നെയാണ് നമ്മളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിലെന്തുണ്ടാവും? കുറെ കയറ്റങ്ങൾ ഉണ്ടാവും, ഇറക്കങ്ങൾ ഉണ്ടാവും, നേരെ പോകേണ്ട വഴികൾ ഉണ്ടാവും, നല്ല മനോഹരമായിട്ടുള്ള അല്ലെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ചുറ്റിലും ഉണ്ടാവും. പക്ഷെ നമ്മളെ ലൈഫിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള നമ്മുടെ അനുഭവങ്ങള്, നമ്മൾ ചിന്തിച്ചു കൂട്ടിയ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിന്തകള്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് വികാരങ്ങള്, കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ഇതെന്തുണ്ടാവും? ഇതും കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ചുറ്റുമുള്ള ലൈഫിനെ കുറിച്ചിട്ട്, ആ ലൈഫിന്റെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റൂല. അതൊരിക്കലും നമുക്ക് പറ്റൂല. കാരണം കംപ്ലീറ്റ് നമ്മളെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ നമ്മൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഭാണ്ഡക്കെട്ട് ഏറ്റിയിട്ട് നമ്മൾ ആ പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന ഫീൽ ആയിരിക്കും. ചുറ്റുമുള്ളത് കാണാൻ നമുക്ക് പറ്റൂല. കാരണം അതിന് മാത്രം ഭാരം നമ്മളെ ഏറ്റിക്കൊണ്ട് പോവാണ്. നമ്മളെ ശ്രദ്ധ വേറെ ഒന്നിലേക്കും കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളെ ലൈഫിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ നമ്മളെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് ഞാൻ പറഞ്ഞ നമ്മള് ഇന്നത്തെ ടാസ്കിൽ ഞാൻ പറഞ്ഞത് നല്ല കാര്യങ്ങൾ ആലോചിക്കണം. പക്ഷെ അതിന്റെ കൂടെ മോശം കാര്യങ്ങളെയാണ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെയാണ് ഞാൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് അത് എഴുതിയിട്ടൊന്ന് കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ അകത്ത് നിന്ന് നമ്മൾ ഒഴിവാക്കാണ്ട് നമ്മൾ അത് ഉള്ളിൽ വെച്ചുകൊണ്ട് അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വൈബ്രേഷൻ ഇതെല്ലാം നമ്മളിൽ നിന്ന് ഇങ്ങനെ നീക്കം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊരു സ്ലോ പ്രോസസ് ആയിരിക്കും. അത് നീക്കം പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ടാസ്ക് ഒന്നോ രണ്ടോ ദിവസം മുടങ്ങുമ്പോത്തിന് പഴയ ഇതിലേക്ക് പോകുന്നുണ്ട്, വൈബ്രേഷനിലേക്ക് പോകുന്നുണ്ട്, പഴയ നെഗറ്റീവ് ചിന്തകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നമുക്കകത്ത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കകത്തുള്ള മുന്നേ കേറി കൂടിയിട്ടുള്ള ആവശ്യമില്ലാത്ത ഇമോഷൻസും ആവശ്യമില്ലാത്ത നമ്മുടെ അനുഭവങ്ങളെയും അല്ലെ ബാക്കിയുള്ളവര് നമ്മളോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം നമ്മളെ ഉള്ളിൽ ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട്. അത് ക്ലീൻ ആക്കാണ്ട് അത് കംപ്ലീറ്റ് അതിന്റെ ഉള്ളിൽ അവിടെ എടുത്ത് പാത്ത് വെച്ചിട്ട് അതിന്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ വൈബ്രേഷൻ മാറ്റി 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 ഇങ്ങനെ കൊണ്ടുവരണേ ഉള്ളൂ. അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഒരു ഒറ്റ മൊമെന്റ് കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതൊരു എന്താ പറയാ, ഒരു ലൈഫ് ലോങ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ജേണിയാ. അതിന് കുറച്ച് സമയം വേണം, പേഷ്യൻസോട് കാത്തു നിൽക്കണം, പേഷ്യൻസോട് കൂടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കുറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് കുറെ പ്രാക്ടീസ് ചെയ്ത്, ഇവിടെ നിന്ന് കുറെ പ്രാക്ടീസ് ചെയ്ത്, ഞാൻ കുറെ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നതിന് പകരം അത് പേഷ്യൻസോട് കൂടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അകത്ത് നിന്ന് ഒഴിവാവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം, സമയം നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് അകത്തുള്ള ഈ കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കാണ്ട്, ഈ ഉള്ളിലുള്ള കാര്യങ്ങൾ എത്രത്തോളം കാര്യം നമ്മളിങ്ങനെ ഒഴിവാക്കാണ്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് വരും? നേരത്തെ ആ മല കയറിയ പോലെ ആ ഭാണ്ഡം വെച്ചിട്ട് മല കയറിയ അവസ്ഥ തന്നെ ആയിരിക്കും. ലൈഫിലുള്ള പുറത്തുള്ള ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യൂല, ആസ്വദിക്കാൻ നമുക്ക് കഴിയൂല. ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ള ചെറിയ അനുഗ്രഹങ്ങളെ പോലും നമുക്ക് അത്രത്തോളം മനസ്സറിഞ്ഞ് നന്ദി പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ മുന്നേ അങ്ങനെ ആയിരുന്നില്ല. മുന്നേ എന്തെങ്കിലും ചെറിയ കാര്യം മതിയായിരുന്നു നമുക്ക് സങ്കടപ്പെടാൻ. ഇപ്പൊ ചെറിയ അനുഗ്രഹം മതി നമുക്ക് സന്തോഷിക്കാൻ. അന്ന് വലിയ സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ചെറുത് മതി സന്തോഷിക്കാൻ, അത്ര മതി. അതന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. എന്തുകൊണ്ട്? ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങള് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കംപ്ലീറ്റ് അത് ഉള്ളിൽ നിന്നും എടുത്ത് കളഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഇന്ന് അതൊരു ടാസ്ക് ആയിട്ട് ഇത്രയും ലാസ്റ്റ് ഒരു 25 days ഒക്കെ കഴിഞ്ഞിട്ട് ഇത് എന്തിനാ ടാസ്ക് തന്നെ? ഇനിയും നമ്മുടെ ഉള്ളില് അങ്ങനെ നമുക്ക് വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇനിയും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാ. അപ്പൊ നിങ്ങൾ ഇത്രയും ഒക്കെ ചെയ്തിട്ടും ഇനിയും ഉണ്ടോ? ഇനിയും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അത് എടുത്തു കളയൽ അത്യാവശ്യമാണ്. അത് നമ്മൾ ആലോചിക്കണം. ഇത്രയും ടാസ്ക് ഇപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറയലുണ്ട്, എന്റെ ലൈഫിൽ നിന്ന് പണ്ട് ഞാൻ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ മെയിൻ ആണ് ഈ ബോഡി ഷെയ്മിങ് എന്നുള്ള കാര്യം എന്നുള്ളത്. നമ്മള് ചെറുപ്പത്തിൽ ഇങ്ങനെ ആളുകൾ എന്താ അങ്ങനെ കളർ പറഞ്ഞു, അല്ല എന്താ അങ്ങനെ മെലിഞ്ഞു പോയെ, ഇതൊന്നും ആദ്യം വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നെ 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 ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഇറിറ്റേഷൻ ആയി. അതിങ്ങനെ കേട്ട് 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 ഞാൻ എന്നെ തന്നെ വെറുക്കാൻ തുടങ്ങി. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാതാവാൻ തുടങ്ങി. നമ്മളെ തന്നെ വെറുത്ത് തുടങ്ങി. പക്ഷെ ഇപ്പൊ ഈ മൊമെന്റില് ഞാൻ അത് ആലോചിക്കുന്ന സമയത്ത് എനിക്കതിന്റെ
ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ടാ ഞാൻ എഴുതി വെക്കല്. അന്ന് ആ പറഞ്ഞവരോടും അന്ന് നമ്മളോട് ഈ പറഞ്ഞ ആളുകളോടൊക്കെ അത്രയും ബ്ലെസ്സിങ്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇന്ന് ഈ പൊസിഷനിൽ എത്താൻ പറ്റിയത്, അല്ലെങ്കിൽ ഇന്ന് ഈ വിസ്റ്റംസ് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അന്ന് മുന്നേ സംഭവിച്ച ഈ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഇപ്പോ മുന്നേ സംഭവിച്ച എന്തെങ്കിലും മോശം കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ കാര്യങ്ങളൊന്നും പറയാൻ കിട്ടൂല. കാരണം അതൊക്കെ നല്ലതിലേക്കായിപ്പോയി. ഇപ്പോ മോശത്തിലൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ടാസ്ക് ചെയ്യണം. ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും അത് ആലോചിക്കുമ്പോ വേദനകൾ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സെൽഫിൽ നന്നായിട്ട് പണിയെടുക്കേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കാം. അത് നന്നായിട്ട് തന്നെ സമയമായിട്ടുണ്ട്. മീൻസ് അത് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ട് നമ്മളെ ഉള്ളിൽ നിന്ന് അത് ഒഴിവാക്കണം. നമ്മൾ മറ്റുള്ളവരെ നന്നാക്കുന്നതിന്, നമ്മളെ മക്കളെ നന്നാക്കാനും അല്ലെ, നമ്മളെ ഹസ്ബൻഡുമാരെ അല്ലെങ്കിൽ നമ്മളെ ഉമ്മമാര് ഉപ്പമാര് അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മളെ ചുറ്റുപാടുള്ളവരെ നന്നാക്കാൻ പോകുന്നതിന് പകരം നമ്മൾ എന്ത് കാര്യം നമ്മളെ സെൽഫിലേക്ക് നോക്കിയിട്ട് അവിടെ നമ്മളത് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ ഇന്ന് തന്നിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പിൽ തന്ന ടാസ്ക് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. എന്നിട്ട് കംപ്ലീറ്റ് ചെറുപ്പം തൊട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉള്ള കാലം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കാം. അതിലെവിടൊക്കെ ഇപ്പോഴും നമുക്ക് ആലോചിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉള്ളില് വിഷമം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ ഉള്ളിൽ നിന്ന് പോകാത്ത, ഉള്ളിൽ അത്രയും ഉറച്ചു കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും എടുത്ത് ഒഴിവാക്കൽ നിർബന്ധമാണ്. അതിനാണ് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യണം എന്ന് പറഞ്ഞത്. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും മൈൻഡ് റീപ്രോഗ്രാമിംഗ് നമ്മൾ എല്ലാവരും ചെയ്തിരിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മളെ ഉള്ളിൽ ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാണ്ഡക്കെട്ട് തലയിൽ ഏറ്റിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന ഫീൽ ആയിരിക്കും. ചുറ്റുമുള്ള ഒരു കാഴ്ചകളോ കാര്യങ്ങളോ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല. ലൈഫിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടാവും. എപ്പോഴും മോശം ഒന്നാവില്ല. ചിലപ്പോ ഒന്നോ രണ്ടോ എന്താവും മോശം അനുഭവങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ ചുറ്റിലും നടക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മളെ ശ്രദ്ധ അതിലേക്ക് മാത്രമായി പോവില്ല. ഇത്തരം കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് എടുത്തൊഴിവാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈഫാണ്. ലൈഫിൽ എപ്പോഴും അപ്സ് ഉണ്ടാവും, അതേപോലെ ഉയർച്ചകളും താഴ്ചകളും. ലൈഫ് എന്ന് പറഞ്ഞ ഒരു തിരമാല പോലെയാണ് എപ്പോഴും പറയാറുള്ളത്. അതിൽ ഉയർച്ചകൾ ഉണ്ടാവും, താഴ്ചകൾ ഉണ്ടാവും, അല്ലെ, നമുക്ക് നേരെ പോകേണ്ട വഴികൾ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അത് ലൈഫ് അങ്ങനെയാണ്. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രെയിനിങ് ആണ്. നമ്മൾ പറയും ചിലപ്പം പരീക്ഷണമാണ് എന്ന് പറയുന്ന ആ വാക്ക് അങ്ങ് റീപ്ലേസ് ചെയ്തിട്ട് ഒരു ട്രെയിനിങ് ആണ് എന്നുള്ളത് മോഡിലേക്ക് കൊണ്ടുപോവാം. ലൈഫിൽ എന്തെങ്കിലും നമുക്ക് എന്താ പറയാ സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത പലതും കാര്യങ്ങൾ വരുമ്പോൾ ഇത് നമുക്കുള്ള പരീക്ഷണമാണ് എന്ന് പറയുന്നതിന് പകരം ആ പരീക്ഷണം എന്നുള്ള വാക്ക് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്കുള്ളൊരു ട്രെയിനിങ് ആണ്. ഇതെന്തിനുള്ള ട്രെയിനിങ്? നമ്മളെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ആ പ്രാർത്ഥിച്ച കാര്യങ്ങള് ക്ഷമ തരണേന്നോ അല്ലെ, അല്ലെങ്കിൽ മനസ്സിന് വിശാലത തരണേന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ കാര്യം നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും ആ ഒരു കാര്യത്തിലൂടെ. അപ്പൊ നമ്മളെ ലൈഫിൽ എന്ത് സംഭവിക്കണമെന്ന് നമ്മൾ നോക്കണം. ഇതെന്തിനായിരിക്കും എന്റെ ലൈഫിൽ അല്ലെ, എന്തിനാ പഠിച്ചോനെ ഇത് തന്നിട്ടുള്ളത് ചോദിക്കണതിന് പകരം ഇതെന്തിനായിരിക്കും തന്നിട്ടുണ്ടാവുക, ഇതിലൂടെ ഞാൻ എന്ത് മെസ്സേജ് ആണ് എനിക്ക് കിട്ടുന്നുണ്ടാവുക എന്ന രൂപത്തിലായിരിക്കണം ഓരോ പ്രശ്നത്തെയും നമ്മൾ നോക്കി കാണേണ്ടത്. നമ്മളെ ലൈഫിൽ കാണുന്ന ഓരോ സംഭവത്തെയും നമ്മൾ നോക്കിക്കാൻ. പ്രശ്നങ്ങൾ മാത്രമല്ല, അനുഗ്രഹം തരുമ്പോഴും ഉണ്ട്, അനുഗ്രഹത്തിന്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ആ അനുഗ്രഹങ്ങളിൽ ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ളതും അതും ഒരു ട്രെയിനിങ് ആ. നമുക്ക് പ്രശ്നങ്ങൾ തരുന്നത് മാത്രമല്ല, നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നതും എന്താണ്, ഒരു ട്രെയിനിങ് തന്നെയാണ്. അത് എത്രത്തോളം നമ്മൾ നന്ദി പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡും ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ എനർജി കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ല സെറ്റായി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ നോക്കണം. എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട്, അല്ലാണ്ട് നമ്മളെ ഉള്ളിൽ വല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങളോ കാര്യങ്ങളോ ഇപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ അത് എടുത്ത് ഒഴിവാക്കാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കണം. കാരണം നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം അത് എന്ത് ചെയ്യൂല, ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ് കൊണ്ട് മാത്രം അത് നടക്കും. പക്ഷെ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും നടക്കുക. അപ്പൊ അതിന് പകരം അതിലെന്ത് ചെയ്യണം, ഒരുപാട് വേറെയും പല ടൂൾസുകൾ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഫോർഗീവ്നെസ് ഉണ്ടാവാം, മെഡിറ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മളെ പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്ന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻ ആണ് കൊടുക്കാറുള്ളത്. നമ്മളിപ്പോ ബ്രീത്ത് മെഡിറ്റേഷൻ ആണ്. ബ്രീത്ത് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാൻ പറയാറുള്ളത്
മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻ. നമുക്കുള്ളിലുള്ള ഇതുപോലെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അത് നമ്മൾ പോലും അറിയാതെ അതിനെ ക്ലീൻ ചെയ്ത് പോകുന്ന പ്രോസസ്സാണ് മെഡിറ്റേഷനിലൂടെ സംഭവിക്കുന്നത്. നമ്മളിപ്പോ ജേർണലിംഗ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്, നമ്മളെ ബോധം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാ ജേർണലിംഗ് ചെയ്യുന്നത്, അഫർമേഷൻ എഴുതുന്നത്, കാര്യങ്ങളൊക്കെ. മെഡിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെയാണ് നമ്മളെ ഉള്ളിൽ എന്ത് വരുത്തുന്നത്, മാറ്റങ്ങൾ കാര്യങ്ങൾ വരുത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളിൽ ഇപ്പോഴും ഒഴിഞ്ഞു പോവാണ്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും വെച്ചാല് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചിങ്ങനെ നമ്മൾ മടി കാര്യങ്ങൾ വന്ന് അല്ലെങ്കിൽ ഒരു 1-2 ദിവസങ്ങൾ നമ്മൾ ചെയ്യാണ്ട് വരുമ്പോഴത്തേന് പഴയ എനർജിയിലേക്ക് ഷിഫ്റ്റ് വരുന്നത് അതുകൊണ്ടാണ്. ഉള്ളിലുള്ള ഈ കാര്യങ്ങൾ അവിടെ കിടക്കുന്നത് കൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ എനർജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ കുറച്ച് ദിവസം ബ്രേക്ക് എടുക്കുമ്പോഴത്തേന് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എനർജി കാര്യങ്ങളിൽ ഷിഫ്റ്റ് വരുന്നുണ്ട്, വീണ്ടും പഴയ ഇതിലേക്ക് തന്നെ പോകുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനർത്ഥം നമുക്കുള്ളിൽ ഇനിയും ഒഴിഞ്ഞു പോവാത്ത അല്ലെങ്കിൽ നമ്മൾ എടുത്ത് കളയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ വീണ്ടും കിടക്കുന്നുണ്ട്, വേദനകൾ കാര്യങ്ങൾ. നമ്മൾ മെല്ലെ അതിന്റെ മേലെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ലെയർ അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാ. അപ്പൊ ആ ലെയർ അത് അടിയത്തെ ഇത് അതുപോലെ അങ്ങനെ വെച്ചിട്ട് മേലെ ലെയർ ഉണ്ടാക്കുന്നതും അത് ഉള്ളിൽ നിന്ന് വേരോടെ എടുത്ത് കളഞ്ഞിട്ട് ഈ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കാര്യങ്ങൾ നടക്കുന്നതും രണ്ടും രണ്ട് തന്നെയാ. അപ്പൊ നമ്മൾ മോട്ടിവേഷൻ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഈ എനർജി കാര്യങ്ങൾ തരുന്നത് അങ്ങനെയാ. കാരണം ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ഉണ്ട്, പിന്നെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാണാൻ പാകത്തിന് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ഭംഗിയിൽ എന്ത് ചെയ്യാം, നമ്മൾ കുറെ ചപ്പ് ചവറുകൾക്ക് മേലെ മണ്ണിട്ടിട്ട് അതിന്റെ മേലെ കുറച്ച് നല്ല ഭംഗിയുള്ള പൂന്തോട്ടം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോ എന്ത് ചെയ്യും, ആ വേരുകൾ ഇങ്ങനെ താഴോട്ട് വരുന്നോറും പിന്നെ വേരുകൾക്ക് മണ്ണും ഒന്നും കിട്ടൂല, വെള്ളം ഒന്നും കിട്ടൂല, അടിയിൽ മൊത്തം ചപ്പ് ചവറുകളും കാര്യങ്ങളും ഉള്ള കവറുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, പൂന്തോട്ടം നശിക്കാൻ തുടങ്ങും. ഇതേപോലെയാണ് നമ്മുടെ ലൈഫിലും സംഭവിക്കുക. അപ്പോ നമുക്കകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ കാര്യങ്ങളെ അത് നമുക്കകത്തുള്ള അസൂയ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തെങ്കിലും കാര്യങ്ങൾ ചുറ്റുപാടിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് അസൂയ വരുന്നുണ്ടോ ഒന്ന് ആലോചിക്കാം. മറ്റുള്ളവരുടെ ഉയർച്ചകളില് മറ്റുള്ളവരുടെ താഴ്ചകളിൽ സന്തോഷം തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചകളിൽ നമുക്ക് അസൂയ തോന്നുന്നുണ്ടോ, അതിനർത്ഥം നമുക്ക് അകത്ത് ഇമ്പ്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാ. നമുക്ക് അനാവശ്യമായിട്ടുള്ള പേടി വരുന്നുണ്ടോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ടെൻഷന് വരുന്നുണ്ടോ, അല്ലെ എല്ലാ കാര്യങ്ങളും അല്ലെ റബ്ബിൽ അർപ്പിച്ച് നമ്മുടെ സൃഷ്ടാവിൽ അർപ്പിച്ചിട്ട് ആ ഒരു സറണ്ടറൻസോട് കൂടിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഫെയ്ത്തോട് കൂടിയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ. ഓരോ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മളെ ലൈഫിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഓരോ ദിവസവും നമ്മളെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നമ്മളെ ചിന്തകളെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ എന്തൊക്കെ ചിന്തകളിലൂടെയാണ് ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്, മോശം ചിന്തകളാണോ അതോ നല്ല ചിന്തകളാണോ ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും നമ്മളിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്തത് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ എല്ലാം എന്ത് ചെയ്യാം, റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളെ ഉള്ളിലുള്ള ഈ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന നമുക്കുള്ള ആർത്തി അത്യാഗ്രഹം ആകട്ടെ, അതേപോലെ തന്നെ നമ്മളെ പേടിയാവട്ടെ, ഇതുപോലെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ആവട്ടെ, ഇതുപോലെയുള്ള അസൂയ, കുശുമ്പ്, വെറുപ്പ്, വിദ്വേഷം. ചില ആളുകളുണ്ടാവും അവരിന്നോട് അത്രയും തെറ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ പുറത്തു കൊടുക്കാനാ, അവരത്രയും തെറ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ പിന്നെ അവർക്ക് പുറത്തു കൊടുക്കാം. പുറത്തു കൊടുക്കാന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പുറത്തു കൊടുക്കുന്നത്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കേണ്ടത്. അത് നമ്മളെയാണ് അത് എഫക്ട് ചെയ്യുന്നത്, അത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ ഓർക്കാം. ഓക്കെ, ആ രൂപത്തില് നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമ്മളെപ്പോഴും നമ്മളെ ചിന്തകളെ നമ്മളെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് എന്താ ചെയ്യാ, ഉള്ളിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇപ്പൊ സ്പെഷ്യലി നമ്മള് റമദാനാണ് വരാൻ പോകുന്നത് അല്ലെ. റമദാൻ മന്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും നമ്മള് നമ്മളെന്താ പറയാ, ഹൃദയം ശുദ്ധീകരിക്കാൻ അതേപോലെ പറയലുണ്ട് അല്ലെ, നമ്മുടെ സോളിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു മന്താ. അപ്പൊ ആ മന്തിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ മൈൻഡ് അത്രത്തോളം നമ്മൾ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കിയിട്ട് അതിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു റമദാൻ നമുക്ക് കിട്ടും. ഞാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത, അല്ലാന്നുണ്ടെങ്കിൽ
ഇതിന്റെ മുന്നേ ഒക്കെ മീൻസ് ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നതിന്റെ മുന്നേ ഉള്ള റമദാനും അതിന് ശേഷമുള്ള റമദാന്, അല്ലെങ്കിൽ അതിന്റെ മുന്നേ ഉള്ള നമ്മളെ സ്പിരിച്വൽ പ്രാക്ടീസസ്, അതിന്റെ ശേഷമുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവാം. അതുവരെ ചെയ്തിരുന്നത് എന്തിനായിരുന്നു എന്ന് പോലും നമ്മളിങ്ങനെ ചിന്തിച്ചോ, അതൊക്കെ വെറുതെ ഒരു കാട്ടിക്കൂട്ടലായിരുന്നു എന്നുള്ളത്. ആ ഉള്ളറിഞ്ഞ് മനസ്സറിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാകത്തിലേക്ക് നമ്മളെ ഹൃദയം ആയി മാറണം എന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശുദ്ധീകരിച്ചേ മതിയാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളെ മൈൻഡ് സ്പെക്ട്ര മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. February 7th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇന്ന ടാസ്ക് ആരും ചെയ്യാൻ മറക്കണ്ട. അത് നമുക്ക് ഈ ഉള്ളിലുള്ള ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുന്നതിന്റെ ഒരു ചെറിയൊരു പ്രോസസ്സാണ് ആ പറഞ്ഞിട്ടുള്ള ടാസ്ക് എന്നുള്ളത്. അത് നമ്മൾ എത്രത്തോളം കണ്ടിന്യൂ ചെയ്ത് പോകുന്നോ അതുപോലെ തന്നെ ആ ഒരു ടാസ്ക് നമുക്കുള്ളിലെ മുറിവേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം ദിവസം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഉള്ളുന്ന് അത് എടുത്ത് അതിങ്ങനെ ഉള്ളുന്ന് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകും. അപ്പൊ നമ്മൾ ഈ ഒരു ടാസ്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് നമ്മളെ ഉള്ളിനെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയും ഉണ്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഇനി കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ ടാസ്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ആ ടാസ്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം.